നഖശതങ്ങൾ. തങ്കത്തിങ്കൾ. തങ്കത്തിങ്കൾ. തങ്കത്തിങ്കൾ കേട്ടൂടെ? എനിക്ക് ആ പാട്ട് കേൾക്കാം. അല്ല, ഞാൻ പറഞ്ഞ കേൾക്കാമോ? ഒന്നും കേട്ടൂടാ. പിന്നെ ഒന്നും കേട്ടൂടെന്ന് പറഞ്ഞ ദൃശ്യം. ദൃശ്യം. കുന്തം. പൗഡറും മീശയും. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ഇന്നത്തെ ചാലഞ്ചിന്റെ പേര് വിസ്പർ ചാലഞ്ച് എന്നാണ് കേട്ടോ. അതായത് 5 മലയാളം ഫിലിംസിന്റെ നെയിം ഞാനും മോളും 5 മലയാളം ഫിലിംസിന്റെ നെയിം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 5 ഫിലിംസും ഓരോന്നായിട്ട് മോളിനോട് ചോദിക്കും. പക്ഷെ മോളു ഹൈ വോളിയത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ ഒന്ന് ലിപ് മൂവ്മെന്റ് മാത്രമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കൂടെ വേണ്ടിയിട്ട് ചെറിയൊരു ഒച്ചത്തിൽ കൂടെ പറയും. പക്ഷെ അവള് ഹൈ വോളിയത്തിൽ പാട്ടും കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കില് നമ്മള് ശിക്ഷയായിട്ട് 2-3 സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ശിക്ഷകളൊക്കെ മിക്കവാറും ഞാൻ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. കരി എഴുതാം. ലിപ്സ്റ്റിക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് അല്ലാത്ത രീതിയിൽ ലിപ്സ്റ്റിക് ഇടാം. പൗഡർ വാരി ഇടാം. പിന്നെ തോക്കുന്നയാള് മറ്റേ ആളെ കുറിച്ച് പുകഴ്ത്തിയും കൂടെ പറയണം. അതും കൂടെ ഉണ്ട്. അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ എന്നെ പറ്റില്ല. അപ്പൊ നമുക്ക് താമസിയാതെ വീഡിയോ കാണാം. അപ്പൊ ഫസ്റ്റ് ഞാൻ കേൾക്കുകയാണ്. മോളു ഫിലിമിന്റെ പേര് മോളു പറയും കേട്ടോ. അപ്പൊ ഞാൻ നല്ല ഹൈ വോളിയത്തിൽ പാട്ടൊക്കെ ഇട്ടിരിക്കട്ടെ. അതെ, കുറച്ചും കൂടെ ഇങ്ങനെ വായൊക്കെ ഇങ്ങനെ പൊക്കി പറയണം. അല്ലാണ്ട് കേക്കാമോ? സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു പേര്? നോക്കട്ടെ. മറന്നായി. വേണമെങ്കിൽ ഫിലിമിന്റെ പേര് പറഞ്ഞോ. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ഒന്നുമില്ല. ഓക്കെ ഓക്കെ. ഇത് വലിയ പേരല്ലേ? സിനിമയുടെ പേര് വാ ഇങ്ങനെ ഉറക്ക ഇതാക്കി. തോക്ക് വെടിവെച്ച് നോക്കും. അയ്യോ, നമ്മൾ ടൈമർ വെച്ചില്ലല്ലേ? ഒന്നും പറ്റുന്നില്ല എനിക്ക്. പയ്യെ പറ. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ഇനി ഒരു 15 സെക്കൻഡ് കൂടെ ഉള്ളേ. നേരത്തെ ടൈമർ വെക്കേണ്ടായിരുന്നു. ഇനി ഒരു 15 സെക്കൻഡ്. കുന്തം വെക്കേണ്ടിയായിരുന്നു. ഇത് എന്തോ സിനിമ പേരല്ല നീ പറയണേ, വേറെ ഏതാണ്ടോ. വെക്കാണ് ടൈമർ. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. തോക്കിൻ. ഒന്നുകൂടെ പതുക്കെ നിർത്തി പറയൂ കുട്ടി. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. തോക്കിൻ മൂട്ടിൽ. മൂട്ടിലും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ടൈമർ കഴിഞ്ഞതാണ് അടിച്ചത്. തോക്കിൻ മൂട്ടിലും. തോക്കിന്റെ മൂട്ടിന് വെടിവെപ്പ്. നോക്ക്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും വെച്ചിട്ട് പോയി. അങ്ങനെ നമ്മുടെ റിങ്കു ചേച്ചി നല്ല മാന്യമായിട്ട് തോറ്റിരിക്കുകയാണ്. സഹിക്കുന്നില്ല. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. തോട്ടിൻ മൂലം. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ഇഷ്ടം. എന്താണ് ചെയ്യേണ്ടത്? കരിയല്ലേ? മീശ വരയ്ക്കട്ടെ. മീശ വരച്ചേരാമേ. ഇതൊന്നും പറ്റില്ല കേട്ടോ. ഇത് കരിയാണോ? എങ്ങനത്തെ മീശ വേണം? പാണ്ടിപ്പള്ളിയിലുള്ള മീശ വേണം. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചേരാം. നോക്ക്. സുന്ദരമായ നീ തീർന്നു. കുറച്ചും കൂടെ. ഇവിടെ ഒരു ചുങ്കിടി വന്നില്ല.
ചിക്കാതെ. എടേ ഇങ്ങനത്തെ പേരൊക്കെയാണ് എടുത്തു വെച്ചിരിക്കണേ. അല്ല ബാക്കിയെല്ലാം സിമ്പിളാ കുന്തോണ്. സത്യമായിട്ടും. വേണ്ടായിരുന്നു. എന്നെ പറഞ്ഞാ മതിയായിരുന്നു. ഞാനാണ് ചാരചെന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ട് വന്നത്. എന്നെ പറഞ്ഞാ മതി. ശരി, അടുത്ത്. ഞാൻ വേണോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ. ഞാൻ എന്റെ സിനിമ നോക്കട്ടെ. അവർത്തും കൂടെ പറഞ്ഞു. പറയാം. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പേര് നഖക്ഷതങ്ങൾ. നഖക്ഷതങ്ങളാണ് കേട്ടോ. അവനെ കേട്ടോ. ഓക്കെ, നിനക്ക് കഥ തന്നെ വേണം. പറയട്ടെ. പറ. നഖക്ഷതങ്ങൾ. മര്യാദക്ക് പറ. അയ്യോ, ഞാൻ ടൈമർ വെച്ചില്ല. അല്ല, ഞാൻ പകുതി കഴിഞ്ഞിട്ടാണ് ടൈം. ഓക്കെ, എന്നാലും നീ ഇത് പറയൂലടി. നഖക്ഷതങ്ങൾ. തക്കാളിയാ? തക്കാളിയല്ല, ക്യാബേജ്. നഖക്ഷതങ്ങൾ. തട്ടത്തെ പറയത്ത. നഖക്ഷതങ്ങൾ. എന്തെന്ന്? പയ്യ പറ. നഖക്ഷതങ്ങൾ. എന്തെന്ന്? നഖക്ഷതങ്ങൾ. പയ്യ പറയോന്ന്. നഖക്ഷതങ്ങൾ. തങ്കത്തിങ്കൾ. തങ്കത്തിങ്കൾ. പയ്യ. നഖക്ഷതങ്ങൾ. പയ്യ. ആ ഓ അങ്ങനെ. നഖക്ഷതങ്ങൾ. ഷോക്ക്. നഖക്ഷതങ്ങൾ. ഒന്നും കൂടെ. പയ്യ. ഇനി ടൈമർ. നഖക്ഷതങ്ങൾ. നഖക്ഷതങ്ങൾ. ഒന്നൂടെ. പയ്യ. അവിടെ കഴിഞ്ഞു. അല്ലല്ല. നഖക്ഷതങ്ങൾ. സമാധാനമായി എനിക്ക്. നഖക്ഷതങ്ങൾ. ദൃസാക്ഷി പറയാമെങ്കിൽ നഖക്ഷതങ്ങൾ പറയാം. എനിക്ക് ഈ വർഷം ഇറങ്ങിയ സിനിമ ഏതാന്ന് പോലും എവിടെ കാര്യം എഴുന്നൂല്ല. ശുങ്കിടി, എന്റെ മീശ നോക്കിക്കോ. വരയ്ക്കാൻ പറ്റൂല. ചിരിക്കരുത് നീ. ലിപ്സ്റ്റിക് ഒന്നുമില്ല. നീ എല്ലാം പോയി. നീ ദൃക്സാക്ഷിയും 20 പറഞ്ഞപ്പോഴേ എല്ലാം നശിച്ച്. സമാധാനമായി ഗൈസ്, എനിക്ക് സമാധാനമായി. ശരി, അടുത്തത്. ശരി, നിനക്ക് മീശ വരച്ച് ഇനി എനിക്ക് തോറ്റാലും കുഴപ്പമില്ല. നിനക്ക് പാട്ടിട്ടില്ല. ടൈമർ വെച്ചോ. സിനിമ പേര് പറഞ്ഞോ. അയ്യപ്പനും കോശിയും. പറഞ്ഞു. എന്തോന്ന്? അയ്യപ്പനും കോശിയും. ഇതൊക്കെ എന്ത്? എനിക്ക് വയ്യ. അതെ, അറിഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. അയ്യപ്പനും കോശിയും. ശരി, ഓക്കെ, ഒരു സിമ്പിൾ ഞാൻ തരാം. ഞാന് കൊടുക്കുന്നത് വടക്ക് നോക്കി യന്ത്രം ആണ് ഫിലിമിന്റെ പേര്. വടക്കു നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം. വാഴത്തോട്ടിലെത്തണം. ആര് സിനിമ? വാഴത്തോട്ടത്തില് കുന്തം. വടക്കു നോക്കി യന്ത്രം. വടക്കു തോണി. വടക്ക്. ഞാൻ ഹെൽപ്പ് ചെയ്യാണ് കേസ്. കണ്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാണ്. വടക്കു നോക്കി യന്ത്രം. അതെ തന്നെ. ഓ ശരി, ഇനി അടുത്ത് ഞാനാണല്ലേ. പേടിയാവണം എനിക്ക്.
വാരിക്കുഴിയിലെ കൊലപാതകം. ഓക്കെ. വാരിക്കുഴിയിലെ കൊലപാതകം. വാഴ മുറിച്ചെടുത്ത്. വാഴ വാരിക്കുഴിയിലെ കൊലപാതകം. മാത്രോ? ഓ മാത്രം. വാരിക്കുഴിയിലെ കൊലപാതകം. പതുക്കെ നിർത്തി പറ. വാരിക്കുഴിയിലെ കൊലപാതകം. വാരിക്കുഴിയാ? വാരിക്കുഴിയിലെ വാരി കുഴിയിലെ കുഴിയിൽ വാരിക്കുഴിയിൽ ലേ വാരിക്കുഴിയിൽ ലേ വാരിക്കുഴിയിലെ കൊലപാതകം. ആണോ? അടുത്തത്. അപ്പൊ നമ്മൾ എത്ര എണ്ണമായി? രണ്ടെണ്ണമായി അല്ലേ? ഓക്കെ, രണ്ടെണ്ണമായി. നീയല്ലേ തുടങ്ങിയത്? ഞാൻ 3 പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ മൂന്നാമത്തെയാണ് ചോദിക്കണേ. ഓക്കെ, ഞാൻ കൊടുക്കുന്ന ഫിലിമിന്റെ പേര് ഇരട്ട. ഓക്കെ, പറയട്ടെ? ഇരട്ട. ഇളം കാണാ. ഇരട്ട. ഇത്ര ഇതായിരുന്നു ഇരട്ട. ഞാൻ ഇരട്ട എന്ന് പറയുമ്പോ ഞാൻ ഇട്ട അട്ട എന്നൊക്കെ പറയുന്നാണ് വിചാരിച്ചു. പക്ഷെ കറക്റ്റ് ആയിട്ട് ഇരട്ട. തീർന്നടി, നീ തീർന്നു. ഇതോടുകൂടി നീ തീർന്നു. ഓക്കെ, അപ്പൊ നമ്മള് മൂന്നെണ്ണം വെച്ച് പറഞ്ഞു അല്ലേ? ഓക്കെ, നിക്കേ, പാട്ടിട്ടില്ല. നോർത്ത് 24 കാതം. നിക്കേ നോർത്ത് 24 കാതം. ഒരു മിനിറ്റേ, ഞാൻ ഇപ്പൊ ടൈമർ ഇടും. പെട്ടെന്ന്. ഓക്കെ. നോർത്ത് 24 കാതം. നോർത്ത് 24 കാതം. കോടതി വക്കീൽ അല്ലേ? നോർത്ത് 24 കാതം. നിർത്തി പാടൂ കുട്ടി. എന്നാലല്ലേ പാവം വരുള്ളൂ. നീ തീർന്നു. നോക്ക്. നോർത്ത് 24 കാതം അല്ലേ? സോ ഫാസ്റ്റ് ആയിരുന്നല്ലേ ഞാൻ ആ പറഞ്ഞ 24 കാതം. സോ ഫാസ്റ്റ്. നീ എന്ത് വിചാരിച്ച? 90s കിഡിനെ അതറിഞ്ഞൂടായിരിക്കും. പറയട്ടെ? ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പൊന്മുട്ടയിടുന്ന താറാവ് ആ ഫിലിമാണ് കേട്ടോ. പൊന്മുട്ടയിടുന്ന താറാവ്. എന്തോ? പൊന്മുട്ടയിടുന്ന താറാവാ? അത്രയ്ക്കൊക്കെ വിസിബിൾ ആയിട്ടാണ് ഞാൻ പറയണേ. പൊന്മുട്ടയിടുന്ന താറാവ്. ബുദ്ധി ഒന്നും പറയാനില്ല. ബുദ്ധി എങ്കിൽ ബുദ്ധി അവസാനത്തതും കൂടി എളുപ്പമായിട്ട് ഇട്ട. ഏറ്റവും കട്ട് ചെയ്ത്. ഓക്കെ, ഈ 2 ഉണ്ട്. ഏത് പറഞ്ഞത് കൺഫ്യൂഷൻ. ഒന്നുമില്ല, ഞാൻ പറയാം. 18ാം പടി. 18ാം പടിയേ. ഓക്കെ. 18ാം പടി. 18ാം പടി. 18ാം പടി. 12ാം. അയ്യോ അല്ലേ? 18ാം പടി. 18ാം പടി. നിർത്തി 18ാം പടി. 18ാം പടി. 18ാം പടി. ഇനി ലാസ്റ്റ് എന്റെ ഒരു ഫിലിമോട് കൂടി ഈ ചാലഞ്ച് ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. അത് നീ തോക്കണേ ദൈവമേ. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് ഹിസ് ഹൈനസ് അബ്ദുള്ള ആണ് കേട്ടോ. ഓക്കെ, ഹിസ് ഹൈനസ് അബ്ദുള്ള. അബ്ദുള്ളേ? ഹിസ് ഹൈനസ് അബ്ദുള്ള. ഒന്നും കൂടി ആയല്ലോ. എന്റെ മുഖത്ത് എപ്പോഴേ നോക്കണേ എന്തിന്? ആദ്യം പറയട്ടെ. എന്റെ മുഖത്ത് എപ്പോഴേ നോക്കണേ എന്തിന്? ഒന്നുമില്ല. പോ. ഇയ്യോബിന്റെ പുസ്തകം.
ഇയോബിന്റെ പുസ്തകമേ. ഇയോബിന്റെ പുസ്തകം. പറഞ്ഞോ? വെയിറ്റ്. ഭഗവാൻ ഇടയ്ക്ക് വെച്ച് കോള് വന്ന് ഇത് കട്ടായി പോയിരുന്നു. ഇയോബിന്റെ പുസ്തകം. ഇൻക്യുബേറ്ററോ? ഇയോബിന്റെ പുസ്തകം. നിർത്തി പറയടി. അവസരം മുതലാക്കട്ടെ. ഇയോബിന്റെ പുസ്തകം. മുത്താരം. ഇയോബിന്റെ പുസ്തകം. 20ാം നൂറ്റാണ്ട്. ഇയോബിന്റെ പുസ്തകം. ഓർമ്മയിലെ ഓർമ്മയുണ്ടോ ഈ മുഖം? 26. അയ്യോ പതുക്കെ. ഇയോബിന്റെ പുസ്തകം. ഇയോബിന്റെ പുസ്തകം. അങ്ങനെയല്ല, ഇങ്ങനെ വാ പൊളിച്ചു പറ. ഇയോബിന്റെ പുസ്തകം. ഇയോബിന്റെ കുന്തം വേണ്ടായിരുന്നു. 5 കൂടി നിർത്തിയാ മതിയായിരുന്നു. കഴിഞ്ഞോ? ഇയോബിന്റെ പുസ്തകം. മുത്താരോ? അല്ല, ഇയോബിന്റെ പുസ്തകം. എന്തൊക്കെ ബഹളമായിരുന്നു. പൗഡർ വേണോ, അതോ പുരുകം വരച്ച് തരണോ, അതോ ലിപ്സ്റ്റിക് ഇട്ട് തരണോ? തീർന്നു നീ. ഇത് വേണോ? അതനുസരിച്ച് എനിക്ക് തരാം. അതിനെ പറ്റി പുതിയ പറയണോ? വേണ്ട, അത് വേണ്ട. പൗഡർ ഇടുകയാണ് ഗൈസ്. പൗഡർ മയത്തിലിട്ട ഒരു മയത്തിലൊക്കെ ഇട്ട ഇത് കുറഞ്ഞു ആക്ച്വലി. തീർന്നു. കൊച്ചിന്റെ പൗഡർ തീർക്കുക. എവിടെ മോന്തകള് കാണിക്കാൻ. ഇത് ഞാൻ ശരിക്കും പൗഡർ ഇട്ടിരുന്നവരുണ്ടല്ലോ. കുറച്ചുകൂടെ കോമാളിയാക്ക. എവിടെ തുടച്ചാളയാണ്? ആയില്ല, മതി, ഇത്രയും മതി. നീ ഇത്രയും മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എടുക്കുമ്പോ ഇത്തിരി കൂടെ കൂടുതൽ എടുക്കും. പൗഡറും മീശയും. വെയിറ്റ്. ഓക്കെ. കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. അതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ലാസ്റ്റ്. കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. പറയട്ടെ. കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. എന്താ? കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. പയ്യെ കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. വെളുപ്പിന് എണീക്കണോ? രാവിലെ 5 മണിക്ക് എണീക്കണോ? 5. കിഴക്ക് കുന്നില് കേരള ഹൗസ് ഉടൻ വിൽപ്പന. കേരള ഹൗസ് ഉടനെ വിൽപ്പനയ്ക്കാണ്. അത് അവിടെ ആ ബീറ്റ് താഴ്ന്നപ്പോഴാണ് നീ കേട്ടതാണ്. ഷെടാ, ബീറ്റ് അവിടെ നിന്നപ്പോഴാണ് കേരള ഹൗസ്. നീ അത് ഉടായിപ്പായിരുന്നേ. വന്നുടായിപ്പായിരുന്നു. ഷോ, ഞാൻ തോറ്റല്ലേ. കൊന്നാലും കുഴപ്പമില്ല. പൗഡർ കൂടി. എനിക്ക് പൗഡർ ഇടണമെന്നുണ്ടായിരുന്നു. സാരമില്ല, മീശയില് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ്. മീശ വന്നപ്പോ ഒരു പുരുഷനായില്ലേ. ഇന്നത്തെ ചാലഞ്ച് വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു. ഞാൻ എൻജോയ് ചെയ്തു. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ 5 തോക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചേ. കാരണം നമ്മള് റിഹേഴ്സൽ നടത്തിയായിരുന്നു. വെറും മണ്ടി എന്ന്. റിഹേഴ്സൽ നടത്തിയ സമയത്ത് എനിക്കൊരു ഈ പാട്ടിടാണ്ടാണ് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷേ വെൽ പ്ലേഡ് റിങ്കു, വെൽ പ്ലേഡ്. അത് ഞാൻ ഇച്ചിരി മര്യാദക്ക് പറഞ്ഞു തന്നുകൊണ്ട് ആൻസേഴ്സ് പറയാൻ പറ്റി. ശനി.
ഓക്കെ, അപ്പൊ ഈ ഒരു ഫൺ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് കോണ്ടന്റ് ആണ് ഇടുന്നത്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഫൺ റിലേറ്റഡ് വീഡിയോ ഇടുന്നത്. ഇനിയും ഞാൻ ചെയ്യും. ഇതൊരു അടിപൊളി വീഡിയോ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ തയ്യാറാണോ? ഇങ്ങനെ പണിഷ്മെന്റ് ഒന്നും വേണ്ട, അല്ലാണ്ടാണെങ്കിൽ ഒരു കൈ നോക്കല്ലേ അല്ലേ? എനിക്ക് എനിക്ക് വേണം. ഉഫ്, ഇവിടെ ഇത്തിരി കൂടിപ്പോയി. ഇതെന്തുവാടേ? എന്നാലും എനിക്ക് ആ മീശ ഇഷ്ടപ്പെട്ടു, നിന്റെ മീശ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് കോണ്ടന്റ് ആണ് ഇടുന്നത്. അങ്ങനത്തെ കോണ്ടന്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Bye bye.